അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഈ നാടകം എല്ലാം ആടിത്തിമർക്കുമ്പോഴും ഈ ഗിമ്മിക്കുകളെല്ലാം കാണിക്കുമ്പോഴും ഈ ട്രിപ്പീസ് കളിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിക്കാനും മറക്കുന്നില്ല കേട്ടോ. ഒരു ഭാഗത്ത് അതും നടക്കുന്നുണ്ട്. കോഴിക്കോട് ഒക്ടോബർ 2-ാം തീയതിയാണ് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവർക്കറിയാം. ജയരാജ് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ ഈ ചർച്ചയിൽ എടുത്തു പറയേണ്ടതുണ്ട്. പ്ലീസ്. ഒന്ന്, ഡിപ്ലോമസി. രണ്ട്, അദ്ദേഹം പറഞ്ഞ ഈഡിപ്പസ് കോംപ്ലക്സ് കുറയ്ക്കാനാണ് എന്നൊരു വിവാദപരമായ പരാമർശം തന്നെയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത്. എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സ്? എതിർ ലിംഗത്തിനോടുള്ള ഈ വിരോധമാകാം, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള എതിർപ്പാകാം, തുടങ്ങിയ വാക്കുകൾക്കാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് മനഃശാസ്ത്രപരമായ വാക്ക് ഉള്ളത്. എന്തർത്ഥത്തിലാണ് ശ്രീ ജയരാജ് ഇത് സൂചിപ്പിച്ചതെന്ന് അറിയത്തില്ല. ഈഡിപ്പസ് കോംപ്ലക്സ് ഇതിനകത്ത് ആർക്കാണ്? സജി ചെറിയാനാണോ മാതാ അമൃതാനന്ദമയി ദേവിക്കാണോ എന്ന് അദ്ദേഹം വ്യക്തമായി പറയേണ്ടതുണ്ട്. എന്ത് പറഞ്ഞാലും അതൊരു വളരെ മോശമായ പരാമർശമാണ് ശ്രീ ജയരാജിന്റെ വായിൽ നിന്നുണ്ടായത്. ഈഡിപ്പസ് കോംപ്ലക്സ് കുറയ്ക്കാൻ വേണ്ടിയാണ് മുത്തം കൊടുത്തതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈഡിപ്പസ് കോംപ്ലക്സ് ആർക്കാണ്? സജി ചെറിയാനാണോ അമൃതാനന്ദമയി ദേവിക്കാണോ എന്ന് പറയാനുള്ള ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട്. ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രയോഗങ്ങളാണ് ശ്രീ പി ജയരാജന്റെ മോനും ഇപ്പോൾ ശ്രീ ജയരാജ് ഉന്നയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അമൃതാനന്ദമയി ദേവിയെ ഇന്നലെ പുണർന്നു എന്നുള്ള കാരണത്താൽ ഞങ്ങളുടെ മനസ്സിലുള്ളത് ഇതൊക്കെ തന്നെയാണ്, ഈ ബിംബങ്ങളൊന്നും ഞങ്ങൾ കളയില്ല, ഇത് വോട്ടിന് വേണ്ടിയുള്ള അടവ് നയം എന്നുള്ളത് തന്നെയാണ് ശ്രീ ജയരാജിന്റെ വാക്കിൽ കൂടി പ്രകടമായി പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോംപ്ലക്സ് എന്ന് പറയുന്ന വാക്കാണ്. അല്ല, കോംപ്ലക്സ് അല്ല, ഡിപ്ലോമസി എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം പറഞ്ഞു. അതാണ് നമ്മുടെ പൊതുസമൂഹവും കേരളത്തിലെ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു അടവ് നയമാണ്. ഇവർ CPM എന്ത് ചെയ്താലും അതൊരു അടവ് നയമാണ്, ഡിപ്ലോമസിയാണ്. എന്താണ് ആ ഡിപ്ലോമസിയുടെ പിറകിലുള്ള മനഃശാസ്ത്രവും തത്വശാസ്ത്രവും? വോട്ട്, വോട്ട്, വോട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് NSSനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു, ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തിനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇപ്പോൾ അമൃതാനന്ദമയി ദേവിയെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു പ്രീണന നയം എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വാക്ക് തന്നെ. ഇവർ തത്വശാസ്ത്രപരമായിട്ട് ഇവർക്ക് യാതൊരു നിലപാടുമില്ല. ഭൂരിപക്ഷ സംഗമമായിരിക്കാം. ഇപ്പൊ ന്യൂനപക്ഷ സംഗമം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. അത് ന്യൂനപക്ഷ സംഗമമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഭൂരിപക്ഷ സംഗമമാണ് കേരളത്തിലെ അയ്യപ്പ സംഗമം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഏതായാലും ഒരു പ്രതിപ്രക്രിയ ഉണ്ടാകണമല്ലോ. CPMന്റെ നയം തന്നെ അതാണല്ലോ. ഒന്നിന് വിപരീതമായ ഒരു പ്രക്രിയ തന്നെ ഉണ്ടാകണം. അന്നേരം ഭൂരിപക്ഷ സംഗമം നടന്നത് യഥാർത്ഥത്തിൽ ഈ കൊച്ചു കേരളത്തിലെ ന്യൂനപക്ഷം ആരാണ്? ഈ കൊച്ചു കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുക്കൾ തന്നെയാണ് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗവും. നമ്മൾ 2-3 വർഷം മുമ്പുള്ള ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾ കുത്തനെ കുറഞ്ഞു വരികയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2-3 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം പറയുകയുണ്ടായി. ഏകദേശം 3,65,000 കുട്ടികളാണ് 1-ാം ക്ലാസ്സിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് അഡ്മിഷൻ എടുത്തത്. അതിനകത്ത് 25% കുട്ടികളും ഏകദേശം 65,000 കുട്ടികളും മലപ്പുറം ജില്ലയിൽ മാത്രമാണ് 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വരുമ്പോൾ 2011 ഏറ്റവും അവസാനം കേരളത്തിലും ഭാരതത്തിലും ഒക്കെ സെൻസസ് കാനേഷുമാരി കണക്കെടുപ്പ് നടന്നിട്ടുള്ളത്. ആ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒരു കാനേഷുമാരി കണക്കെടുപ്പ് നടത്തിയാൽ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 50% താഴെയാണ്. അങ്ങനെ വരുമ്പോൾ ഹിന്ദുക്കളുടെ ന്യൂനപക്ഷ സംഗമമാണ് നടത്തേണ്ടത്, ബാക്കിയുള്ളവരുടേത് ഭൂരിപക്ഷ സംഗമമാണ്. തീർച്ചയായിട്ടും അപലപനീയമായിട്ട് തന്നെയുള്ള ഒരു കാര്യമാണ് ഈ ജയരാജിന്റെ കൂട്ടുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളോ അല്ലെ ഇടതുപക്ഷ ചിന്തകരോ അല്ലെ ഇടതുപക്ഷ നിരീക്ഷകരോ ഈ അമൃതാനന്ദമയി ദേവിയെ ശ്രീ സജി ചെറിയാൻ സന്ദർശിച്ചതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ളൊരു പദപ്രയോഗമാണ് ഈ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന വാക്കിൽ കൂടി ശ്രീ ജയരാജ് ഉദ്ദേശിച്ചത്. അതിന്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് കടപ്പുറം സുധാമണി എന്ന് പറയുന്ന വളരെ മോശമായ രീതിയിൽ ശ്രീ കുണ്ടു മഹാദേവ് പറഞ്ഞു, പൂർവാശ്രമത്തിലെ ആ സുധാമണി എന്ന പേരായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. അതിനോടൊപ്പം വലിയ ഒരുക്കങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജന്റെ മോനിട്ട പോസ്റ്റും ഇതിന്റെ സമാന സ്വഭാവമുള്ളതാണ്. ഈ അമൃതാനന്ദമയി ദേവിയെ സജി ചെറിയാൻ പുണർന്നതിന്റെ മറ്റൊരു പതിപ്പ് ഏകദേശം 1 മാസം മുമ്പ് നമ്മൾ ജാർഖണ്ഡിൽ കണ്ടതാണ്. അവിടുന്ന് 2 കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെ കെട്ടിപ്പിടിക്കാനും ഇതേപോലെ തന്നെയുള്ള ബ്രിട്ടാസ് പോയിരുന്നു. അന്ന് 2 കന്യാസ്ത്രീകളെ ഒന്നിച്ചായിരുന്നു ഇദ്ദേഹത്തിന് മുത്തം കൊടുത്തത്. അന്നേരം മുത്തത്തിൽ കൂടി രാഷ്ട്രീയത്തിൽ കൂടി കടന്ന് വോട്ട് നേടുക എന്നുള്ള ഒരു തന്ത്രമാണ്. എന്ന് വെച്ചാൽ
വെച്ചാൽ ഉമ്മയിൽ കൂടി വോട്ട് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവലംബിച്ചു വരുന്നത് ആ പാർട്ടിയുടെ വളരെ വലിയ ഒരു പരാജയത്തിന്റെ സൂചന തന്നെയാണ്. അവർക്ക് പ്രത്യയശാസ്ത്രപരമായി യാതൊരു അടിത്തറയുമില്ല. അവർ കാലാകാലങ്ങളിൽ ഓരോ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വോട്ടിന് വേണ്ടിയുള്ള അടിയൊഴുക്കുകളാണ് ഇവർ സൃഷ്ടിക്കുന്നത്. പക്ഷേ കേരള സമൂഹത്തിൽ ഇതൊന്നും ഇനിയും വളരെ നാളൊന്നും നിലനിൽക്കാൻ സാധിക്കില്ല. പറച്ചിലും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം ഇന്ന് കേരള സമൂഹത്തിൽ വളരെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവരുടെ ആ ചുവന്ന നിറമുണ്ടല്ലോ, ഈ ചുവന്ന നിറം കുറെ കാലം വെയിൽ കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് കാവി നിറമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇവര് ഈ കേരളത്തില് ഇവർ അവലംബിക്കുന്ന നയങ്ങൾ എന്ന് പറയുന്നത് വോട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ തന്ത്രി കുടുംബത്തിലെ ശ്രീ കണ്ഠരര് മോഹനരെ എത്ര ഹീനമായിട്ടും നിന്ദ്യമായിട്ടും വ്യഭിചാരി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തി വിളക്ക് കത്തിക്കാനും അദ്ദേഹത്തിന് അയ്യപ്പന്റെ വിഗ്രഹം കൊടുക്കാനും കാണിച്ചപ്പോൾ ഒരു കുറച്ചെങ്കിലും നാണം ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. ഒട്ടും നാണമില്ലാത്ത ഒരു വ്യക്തിത്വമായി ശ്രീ പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ മാറി എന്നുള്ളത് ഈ അധികാരത്തിന്റെ അപ്പക്കഷ്ണം രുചിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അടവു നയം CPM എന്ത് ചെയ്താലും അത് അടവു നയവും ബാക്കിയുള്ളവർ ചെയ്താലൊക്കെ അത് വളരെ മോശവും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ശ്രീ B ജയരാജ് ആ ഉദ്ദേശിച്ച ഈഡിപ്പസ് കോംപ്ലക്സ് ഒന്ന് വിശദമാക്കണം. തീർത്തും മോശമാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് ആർക്കാണുള്ളത്? എതിർലിംഗത്തിനോടുള്ള ഒരു ലൈംഗികപരമായിട്ടുള്ള വികാരമോ അല്ലെങ്കിൽ ശത്രുതയോ ആണ് ഈഡിപ്പസ് കോംപ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമൃതാനന്ദമയി ദേവിക്കാണോ ആ ഈഡിപ്പസ് കോംപ്ലക്സ് ഉള്ളത്, അതോ സജി ചെറിയാനാണോ ഈഡിപ്പസ് കോംപ്ലക്സ് ഉള്ളതെന്ന് അദ്ദേഹം പറയണം. ഇത്തരത്തിലുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന നടപടി ജയരാജിന്റെ കൂട്ട് പ്രൊഫസറായിട്ടുള്ള ഒരു വ്യക്തി അല്ലെ ഡോക്ടറായ ഒരു വ്യക്തി കാണിക്കരുത്. തീർത്തും അപലപനീയമാണ്. അമൃതാനന്ദമയി ദേവിയെ എന്തും പറയാം, ഞങ്ങൾ പൂജിക്കുകയും ചെയ്യും, ഞങ്ങൾ കല്ലെറിയുകയും ചെയ്യും എന്നുള്ളൊരു നയമാണ് CPM തുടരുന്നത്. തല്ലുകയും ചെയ്യും തലോടുകയും ചെയ്യും.